ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC എന്ന മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പൊളിറ്റിയുടെ ചാപ്റ്റർ 8 തന്നെയാണ് നോക്കുന്നത്. പാർട്ട് 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. ഇത് പാർട്ട് 2 ആണ്. ഇന്നപ്പോൾ നോട്ട്സിൽ നിന്നല്ല നോക്കുന്നത്, എന്താണ് ടെക്സ്റ്റ് ബുക്ക് അതേ വിടുന്ന നമുക്ക് എന്ത് ചെയ്യാം, അത് തന്നെ നോക്കിയിട്ട് പഠിക്കാം. ഇന്ന് പഠിക്കുന്നത് റൈറ്റ് ടു ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്ന ആർട്ടിക്കിൾ 14 തൊട്ടാണ് പഠിക്കുന്നത്. നമ്മൾ ആർട്ടിക്കിൾ 12 ആൻഡ് ആർട്ടിക്കിൾ 13 എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഇന്നപ്പോൾ എന്താണ് ആർട്ടിക്കിൾ 14 തൊട്ടാണ് പഠിക്കുന്നത്. എന്താണ് ആർട്ടിക്കിൾ 14? ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ. ആർട്ടിക്കിൾ 14 says that the state shall not deny to any person equality before law or the equal protection of law within the territory of India. അതായത് എന്താണ് ഇവിടെ ഈ പേഴ്സൺസ് എന്ന് പറയുമ്പോൾ എന്താണ്, പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ മാത്രമല്ല, അതെന്താവാം, ഇൻക്ലൂഡ്സ് ലീഗൽ പേഴ്സൺ, അതായത് കോർപ്പറേഷൻ ആവാം, കമ്പനീസ് ആവാം, രജിസ്റ്റേർഡ് സൊസൈറ്റീസ്, അങ്ങനെ എന്തും ആവാം. ഈ ലീഗൽ പേഴ്സൺ എന്ന് പറയുന്നത് എന്താണ്, കോർപ്പറേഷൻ, കമ്പനീസ്, രജിസ്റ്റേർഡ് സൊസൈറ്റീസ്, ഇതിനെയൊക്കെയാണ് ലീഗൽ പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പൊ ആർക്കൊക്കെയാണ് ഇവിടെ ഇക്വാലിറ്റി ഉള്ളത്? ഇൻഡിവിജ്വൽസിന് മാത്രമല്ല, ലീഗൽ പേഴ്സൺസിനും ഇവിടെ എന്തുണ്ട്, ഇക്വാലിറ്റിയും ലീഗൽ പ്രൊട്ടക്ഷനും ഉണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് നോക്കാം. ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് എന്താണ്, ഒരു ബ്രിട്ടീഷ് കോൺസെപ്റ്റ് ആണ്. ഇനിയിപ്പോ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്നത് എന്താണ്, അതൊരു അമേരിക്കൻ കോൺസെപ്റ്റ് ആണ്. ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് കോൺസെപ്റ്റ് ആണ്. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ കോൺസെപ്റ്റും ആണ്. പിന്നെന്താണ് ഈ ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് എന്താണ്, അതൊരു നെഗറ്റീവ് കോൺസെപ്റ്റ് ആണ്. ഇനി ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്നത് എന്താണ്, അതൊരു പോസിറ്റീവ് കോൺസെപ്റ്റ് ആണ്. ഇത് എങ്ങനെയാണ് ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് കോൺസെപ്റ്റ് ആവുന്നത്? കാരണം ഇറ്റ് പ്രൊഹിബിറ്റ്സ് അൺഈക്വൽ ട്രീറ്റ്മെന്റ്. അവിടെ എന്താണ്, ഒരു ആബ്സെൻസ് ഓഫ് സ്പെഷ്യൽ പ്രിവിലേജ്. അവിടെ ആർക്കും എന്തില്ല, ഒരു സ്പെഷ്യൽ പ്രിവിലേജ് കിട്ടുന്നില്ല. അവിടെ ഒരു ആബ്സെൻസ് ഓഫ് സ്പെഷ്യൽ പ്രിവിലേജ് ഉണ്ട്. അതുകൊണ്ട് എന്താണ് ഈ ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് കോൺസെപ്റ്റ് ആണ്. ഇനിയിപ്പോ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ഡിമാൻഡ്സ് ഈക്വൽ ട്രീറ്റ്മെന്റ്. എല്ലാവർക്കും ഈക്വൽ ട്രീറ്റ്മെന്റ് ആണ് ഡിമാൻഡ് ചെയ്യുന്നത്. ഈ ഇക്വാലിറ്റി ബിഫോർ ലോയിൽ എന്താണ് പറയുന്നത്, നോ വൺ ഈസ് എബവ് ലോ. ആരും ലോയുടെ മുകളിലല്ല എന്നാണ് ഈക്വാലിറ്റി ബിഫോർ ലോയിൽ പറയുന്നത്. ഇനിയിപ്പോ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയിലാണെങ്കിൽ എന്താണ് പറയുന്നത്, അതായത് റീസണബിൾ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ വേണം എന്ന് പറയുന്നുണ്ട്. സെയിം സർക്കംസ്റ്റൻസസിലും ഈ റീസണബിൾ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ വേണം എന്ന് ഈ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയുടെ കേസിൽ പറയുന്നുണ്ട്. അതായത് ഇപ്പൊ 10th പഠിക്കുന്ന ഒരു സ്റ്റുഡന്റും ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റും, ഇവർക്ക് രണ്ടുപേർക്കും 10th പഠിക്കുന്ന സ്റ്റുഡന്റിന് കൊടുക്കുന്ന പേപ്പർ കൊടുത്തിട്ട്, അല്ലെ ഡിഗ്രിക്ക് പഠിക്കുന്ന സ്റ്റുഡന്റിന് കൊടുക്കുന്ന പേപ്പർ കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം ഇപ്പൊ ആര് ജയിക്കും? ഈ ഡിഗ്രിയിൽ പഠിക്കുന്ന സ്റ്റുഡന്റ് ആയിരിക്കും ജയിക്കുന്നത്. കാരണം ആള് പഠിച്ച ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് ഒക്കെ ആയിരിക്കും അവിടെ വരുന്നത്. അപ്പൊ എന്താണ്, ഈ ഒരു സെയിം സർക്കംസ്റ്റൻസസിൽ ആയിക്കോട്ടെ എന്തുണ്ടാവണം, ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ വേണം എന്നാണ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയിൽ പറയുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം എന്താണ് ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്നത്. ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് എന്താണ്, ഒരു ബ്രിട്ടീഷ് കോൺസെപ്റ്റ് ആണ്. ഇനിയിപ്പോ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ കോൺസെപ്റ്റ് ആണ്. ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് എന്താണ്, ഒരു നെഗറ്റീവ് കോൺസെപ്റ്റ് ആണ്. കാരണം ഇറ്റ് പ്രൊഹിബിറ്റ്സ് അൺഈക്വൽ ട്രീറ്റ്മെന്റ്. അൺഈക്വൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ എന്തുണ്ട്, ആബ്സെൻസ് ഓഫ് സ്പെഷ്യൽ പ്രിവിലേജസ്. അതുകൊണ്ടാണ് ഇതൊരു നെഗറ്റീവ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്നത് എന്താണ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. കാരണം അതെന്താണ്, ഡിമാൻഡ്സ് ഈക്വൽ ട്രീറ്റ്മെന്റ്. എന്താണ്, ഈക്വൽ ട്രീറ്റ്മെന്റ് ആണ് ഡിമാൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്നത് എന്താണ്, ഒരു പോസിറ്റീവ് കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ എന്ത്, ഈ ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോയിൽ പഠിക്കാനായിട്ട്. പിന്നെ വേറെ എന്തൊരു കാര്യമാണ് എന്ത്, റൂൾ ഓഫ് ലോ. എന്താണ് ഈ റൂൾ ഓഫ് ലോ എന്ന് നോക്കാം. ഈ ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നതിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റ് ആണ് എന്ത്, ഈ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്. ഇത് ആരാണ് കൊണ്ടുവന്നത്, ബ്രിട്ടീഷ് ജൂറിസ്റ്റ് ആയ A.V. ഡൈസി എന്ന് പറയുന്ന ഒരാളാണ് എന്ത്, ഈ റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന കാര്യം കൊണ്ടുവന്നത്. അവിടെ എന്താണ്, ആബ്സെൻസ് ഓഫ് ഓർബിറ്ററി പവർ, അതായത് തെറ്റായിട്ടുള്ള പവർ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇൻഡിവിജ്വൽസിന് എന്തുണ്ട്, കൂടുതൽ റൈറ്റ്സ് ഉണ്ട്.
പിന്നെന്താണ് ഈ റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന കാര്യം എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചറിൽ വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അവിടെ എന്താണ് അതിൽ അമെന്റ്മെന്റ്സോ ചേഞ്ചസോ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, റൂൾ ഓഫ് ലോ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചറിൽ വരുന്ന ഒരു കാര്യമാണ്. അവിടെ അമെന്റ്മെന്റ്സോ ചേഞ്ചസോ കൊണ്ടുവരാൻ പറ്റത്തില്ല. ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചർ ചേഞ്ച് ചെയ്യാൻ പറ്റുമല്ല എന്ന് പറഞ്ഞ കേസ് ഏതാണ്? കേശവാനന്ദ ഭാരതി കേസാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്, പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം ഈ റൂൾ ഓഫ് ലോ എന്താണ്? റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ജൂറിസ്റ്റ് ആയ എ.വി. ഡൈസി എന്ന് പറയുന്ന വ്യക്തി കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്. അത് പ്രകാരം എന്താണ് ആരും ലോക്ക് മുകളിലല്ല. അതാണ് എന്ത് ഈ റൂൾ ഓഫ് ലോ കൊണ്ട് പറഞ്ഞു വെക്കുന്നത്. പിന്നെ ഇതെന്താണ് നമ്മുടെ ഈക്വാലിറ്റി ബിഫോർ ലോയുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എലമെന്റ് ആണ് ഇത് ഈ റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന കാര്യം. പിന്നെ നമ്മൾ പഠിച്ചു റൂൾ ഓഫ് ലോ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചർ വരുന്നതാണ് എന്നൊക്കെ. അപ്പൊ എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചർ? അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചർ എന്താണെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? കോടതിയാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചർ എന്താണ് എന്ന് തീരുമാനിക്കുന്നത്. ഇത്രയും കാര്യങ്ങളെ ഇവിടെ പഠിക്കാനുള്ളൂ. ഇനിയാണ് നമ്മൾ ആർട്ടിക്കിൾ 14 പഠിച്ചു. അതിൽ കുറെ എക്സംഷൻസ് ഉണ്ട്. എക്സംഷൻസ് ടു ഇക്വാലിറ്റി അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ എക്സംഷൻ ആണ് ആർട്ടിക്കിൾ 361 എന്ന് പറയുന്നത്. എന്താണ് ഈ ആർട്ടിക്കിൾ 361? അതായത് പ്രസിഡന്റ് അല്ലെങ്കിൽ ഗവർണർ ഇവർ ആർക്കും ആൻസറബിൾ അല്ല എന്ന് പറയുന്നതാണ് ഇത് ഈ ആർട്ടിക്കിൾ 361. ബാക്കി വേറെ രണ്ട് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് പ്രസിഡന്റ് അല്ലെങ്കിൽ ഗവർണർക്കെതിരെ സിവിൽ പ്രൊസീഡിങ്സ് നടത്താൻ പാടില്ല. ഒരു സിവിൽ കേസ് ആണേ പോലും ക്രിമിനൽ പ്രൊസീഡിങ്സ് നടത്താൻ പാടില്ല. ഒരു സിവിൽ കേസ് ആണേ പോലും ഒരു 2 മാസത്തെ നോട്ടീസ് പീരീഡ് ഒക്കെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന ആർട്ടിക്കിൾ ആണ് ഇത് ഈ ആർട്ടിക്കിൾ 361 എന്ന് പറയുന്നത്. ഇതെന്താണ് നമ്മുടെ ആർട്ടിക്കിൾ 14 ഒരു എക്സംഷൻ ആണ്. ഒന്നുകൂടി നോക്കാം. ആർട്ടിക്കിൾ 361 അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? പ്രസിഡന്റ് ആൻഡ് ഗവർണർ ഇവർക്ക് എന്ത് കൊടുക്കുക? ഇവർ ആർക്കും ആൻസറബിൾ അല്ല. അവർക്കെതിരെ ക്രിമിനൽ പ്രൊസീഡിങ്സ് ഒന്നും നടത്താൻ പാടില്ല. ഒരു സിവിൽ കേസ് അല്ലെങ്കിൽ സിവിൽ പ്രൊസീഡിങ്സ് ആണേ പോലും ഒരു 2 മാസത്തെ നോട്ടീസ് പീരീഡ് ഒക്കെ കൊടുക്കണം എന്ന് പറഞ്ഞു വെക്കുന്ന ആർട്ടിക്കിൾ ആണ് ഇത് ആർട്ടിക്കിൾ 361 എന്ന് പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ എക്സംഷൻ നമ്മുടെ ഇക്വാലിറ്റി ബിഫോർ ലോ. ഓക്കെ, ഇക്വാലിറ്റിയുടെ ആർട്ടിക്കിൾ 14ന്റെ ഒന്നാമത്തെ എക്സംഷൻ ആണ് ഇത്. ഇനി രണ്ടാമത്തെ എക്സംഷൻ ആണ് ആർട്ടിക്കിൾ 361A എന്ന് പറയുന്നത്. അതായത് പാർലമെന്റിലെ നടക്കുന്ന കാര്യങ്ങൾ മീഡിയക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെക്കോർഡ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. ഈ റേഡിയോ ടെലിവിഷൻ വഴി എന്നിട്ട് ടെലികാസ്റ്റ് ചെയ്യാനായിട്ടും പറ്റും. അതിലെന്താണ് അതിനെതിരെ ഒരു ക്രിമിനൽ പ്രൊസീഡിങ്സ് ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു വെക്കുന്ന ആർട്ടിക്കിൾ ആണ് ഇത് ആർട്ടിക്കിൾ 361A എന്ന് പറയുന്നത്. പാർലമെന്റിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാനും ടെലികാസ്റ്റ് ചെയ്യാനോ ആർക്ക് പറ്റും? മീഡിയക്ക് പറ്റും. അതിനെതിരെ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു ക്രിമിനൽ പ്രൊസീഡിങ്സ് പാടില്ല എന്ന് പറഞ്ഞു വെക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 361A. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അതിൽ നമ്മൾ മിസ്റ്റേക്ക് വരുത്തി ആണ് നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ആശയത്തെ തെറ്റിദ്ധരിപ്പിച്ചാണ് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്കെതിരെ ക്രിമിനൽ പ്രൊസീഡിങ്സ് പറ്റും. പക്ഷെ അങ്ങനെയല്ല, ശരിയായുള്ള കാര്യങ്ങളാണ്, എക്സാക്ട് എന്താണോ അവർ പറയുന്ന ആ കാര്യങ്ങളാണ് ടെലികാസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ക്രിമിനൽ പ്രൊസീഡിങ്സ് പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 361A. ഇതെന്താണ് ആർട്ടിക്കിൾ 14 ഒരു എക്സംഷൻ ആണ്. ഇനി അടുത്ത എക്സംഷൻ ആണ് ഏത്? ആർട്ടിക്കിൾ 105 അതിൽ 105 അതേതാണ്? പാർലമെന്റിലെ മെമ്പേഴ്സ് അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റും. അവർ പറയുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും കേസ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു വെക്കുന്ന ആർട്ടിക്കിൾ ആണ് ഏത്? ആർട്ടിക്കിൾ 105 എന്ന് പറയുന്നത്. ഇനി അടുത്ത ആർട്ടിക്കിൾ 194 ഇതെന്താണ്? സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലെ മെമ്പേഴ്സിന് വോട്ട് ചെയ്യാൻ പറ്റും, അവർക്ക് പല കാര്യങ്ങൾ പറയാൻ പറ്റും. ഇതിന്റെ ഒന്നും പേരിൽ അവർക്കെതിരെ ഒരു കേസ് കൊണ്ടുവരാൻ പറ്റില്ല, ഒരു ക്രിമിനൽ പ്രൊസീഡിങ്സ് അവരുടെ പേരിൽ പാടില്ല എന്ന് പറഞ്ഞു വെക്കുന്ന ആർട്ടിക്കിൾ ആണ് ഏത്? ആർട്ടിക്കിൾ 194 എന്ന് പറയുന്നത്. അപ്പൊ ആർട്ടിക്കിൾ 105 ആണ്. ആർട്ടിക്കിൾ 194 എന്താണ്? MPs MLA പാർലമെന്റിൽ പറയുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും കേസെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു വെക്കുന്ന ആർട്ടിക്കിൾ ആണ് ഇത് ഈ ആർട്ടിക്കിൾ 105 ആർട്ടിക്കിൾ 194 ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ വരുന്നതാണ് ആർട്ടിക്കിൾ 31C. എന്താണ് ഈ ആർട്ടിക്കിൾ 31C? ആർട്ടിക്കിൾ 31Cയിൽ സുപ്രീം കോടതി പറഞ്ഞ എന്താണ്? വേർ ആർട്ടിക്കിൾ 31C കംസ് ഇൻ ആർട്ടിക്കിൾ 14 ഗോസ് ഔട്ട്.
എവിടെ ആർട്ടിക്കിൾ 31C വരുന്നോ അവിടെ എന്തുണ്ട്, അവിടുന്ന് നമ്മുടെ ആർട്ടിക്കിൾ 14 പോകുന്നു, അതായത് ലംഘിക്കപ്പെടുന്നു എന്നാണ് ഉത്തരം, അല്ല പറഞ്ഞു വെക്കുന്നത്. ആർട്ടിക്കിൾ സിയു അല്ല, ആർട്ടിക്കിൾ 31CU എന്താണ്, ആർട്ടിക്കിൾ 14 ഒരു എക്സംഷൻ ആണ്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചാലും മതി. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, അതെന്താണ്, അതായത് ഈ ഡിപ്ലോമാറ്റ്സും അംബാസിഡേഴ്സും ഫോറിൻ അംബാസിഡേഴ്സും ഡിപ്ലോമാറ്റ്സും ഒക്കെ എന്തുണ്ട്, ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അവർക്കെതിരെ ക്രിമിനൽ പ്രൊസീഡിങ്സ് പാടില്ല എന്ന് ക്രിമിനൽ പ്രൊസീഡിങ്സ് പാടില്ല എന്നും കൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതും എന്താണ്, ആർട്ടിക്കിൾ 14 ഒരു എക്സംഷൻ ആണ്. അപ്പൊ എന്തൊക്കെയാണ് ആർട്ടിക്കിൾ 14ന്റെ എക്സംഷൻസ് ഒന്നുകൂടി നോക്കാം. ഒന്നെന്താണ്, ആർട്ടിക്കിൾ 361, അതായത് പ്രസിഡന്റ് അല്ലെ ഗവർണർ ഇവർ ആർക്കും ആൻസറബിൾ അല്ല, അവർക്കെതിരെ ക്രിമിനൽ പ്രൊസീഡിങ്സ് ഒന്നും നടത്താൻ പാടില്ല. ഒരു സിവിൽ പ്രൊസീഡിങ്സ് ആണെ പോലും 2 മാസത്തെ നോട്ടീസ് പീരീഡ് ഒക്കെ കൊടുക്കണം എന്ന് പറഞ്ഞു വെക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 361. ഇതാണ് ഒന്നാമത്തെ ആർട്ടിക്കിൾ 14 എക്സംഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഏതാണ്, ആർട്ടിക്കിൾ 361A ആണ്. അത് പ്രകാരം എന്താണ്, പാർലമെന്റിലൊക്കെ നടക്കുന്ന കാര്യങ്ങള് മീഡിയക്ക് എന്താണ് കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാനും ടെലിവിഷനിൽ ടെലികാസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അതപ്പോ എന്താണ്, അതിനെതിരെ അവർക്കൊരു ക്രിമിനൽ പ്രൊസീഡിങ്സ് ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു വെക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 361A. ഇതാണ് രണ്ടാമത്തെ എക്സംഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 105 ആണ്. അത് പ്രകാരം പാർലമെന്റില് എന്താണ് പറയുന്ന കാര്യങ്ങൾക്കെതിരെ എംപിസിനോ MLA പാർലമെന്റ് ആർട്ടിക്കിൾ 105ഉം ആർട്ടിക്കിൾ 194 ഒരുമിച്ച് പഠിക്കാം. ഇത് രണ്ടിലും എന്താണ് പറയുന്നത്, MP MLA പാർലമെന്റിലോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിലോ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് അവർക്കെതിരെ കേസ് എടുക്കാൻ പറ്റത്തില്ല, അല്ല അവർ ആർക്ക് വോട്ട് ചെയ്യുന്നു ഇതിനൊന്നും എതിരെ ഒരു കേസ് എടുക്കാൻ പറ്റൂല എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഏത്, ഈ ആർട്ടിക്കിൾ 105ഉം ആർട്ടിക്കിൾ 194ഉം. ഇനി ആർട്ടിക്കിൾ 31C, അത് പ്രകാരം എന്താണ് കോടതി പറഞ്ഞത്, ആർട്ടിക്കിൾ 31C കുറിച്ച് എന്താണ് കോടതി പറഞ്ഞത്, വേർ ആർട്ടിക്കിൾ 31C കംസ് ഇൻ ആർട്ടിക്കിൾ 14 ഗോസ് ഔട്ട്. ആർട്ടിക്കിൾ 31C എന്ന് പറയുന്നത് എന്താണ്, ആർട്ടിക്കിൾ 14 ഒരു എക്സംഷൻ ആണ്. ഇനി അടുത്തതാണ് എന്ത്, ഫോറിൻ അംബാസിഡേഴ്സും ഡിപ്ലോമാറ്റ്സും ഒക്കെ ഇന്ത്യയിലേക്ക് വരും. അവർക്ക് എന്താണ്, അവർക്കെതിരെ ഒരു ക്രിമിനൽ പ്രൊസീഡിങ്സ് അല്ലെങ്കിൽ സിവിൽ പ്രൊസീഡിങ്സ് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതും എന്താണ്, നമ്മുടെ ആർട്ടിക്കിൾ 14 ഒരു എക്സംഷൻ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 14 പഠിക്കാനുള്ളത്. അടുത്തതാണ് ആർട്ടിക്കിൾ 50. അതെന്താണ്, പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ സർട്ടൻ ഗ്രൗണ്ട്സ്. അത് ഏതൊക്കെയാണ് ആ ഗ്രൗണ്ട്സ് എന്ന് നോക്കാം. അതായത് എന്താണ്, റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്, ഇതിന്റെ പേരിലുള്ള ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 5 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഏതൊക്കെയാണ്, റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് അല്ലെങ്കിൽ പ്ലേസ് ഓഫ് ബർത്ത്. ഈ 5 കാര്യങ്ങളുടെ പേരിൽ എന്ത് പാടില്ല, ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് പറഞ്ഞു വെക്കുന്ന ആർട്ടിക്കിൾ ആണ് ഇത്, ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത്. ഇതിന്റെ എക്സംഷൻസ് ഏതൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തെ എക്സംഷൻ ആണ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ വുമൺ ആൻഡ് ചിൽഡ്രൻ. വുമണിനും ചിൽഡ്രനും എന്തുണ്ട്, സ്പെഷ്യൽ പ്രൊവിഷൻസ് ഉണ്ട്, അതായത് അവർക്ക് റിസർവ്ഡ് സീറ്റ്സ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഒന്നാമത്തെ എക്സംഷൻ എന്ന് പറയുന്നത് ഏതാണ്, സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ വുമൺ ആൻഡ് ചിൽഡ്രൻ. ഇനി രണ്ടാമത്തെ എക്സംഷൻ എന്ന് പറയുന്നത് സ്പെഷ്യൽ പ്രൊവിഷൻ ഫോർ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസ്. എന്തുണ്ട്, സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസിന് എന്തുണ്ട്, ഷെഡ്യൂൾഡ് കാസ്റ്റേഴ്സ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ്, പിന്നെ എന്താണ് OBCs, ഇവർക്കൊക്കെ എന്തുണ്ട്, സ്പെഷ്യൽ പ്രൊവിഷൻസ് ഉണ്ട്. ഇതെന്താണ്, ഇതും ഒരു ആർട്ടിക്കിൾ 15ന്റെ എക്സംഷൻ ആണ്. ഇനി അടുത്തത് എന്താണ്, സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസ് ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ സ്പെഷ്യൽ പ്രൊവിഷൻസ് ഉണ്ട്. ആർക്ക്, സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസിന്. അതിപ്പോ പബ്ലിക് ആയിക്കോട്ടെ പ്രൈവറ്റ് ആയിക്കോട്ടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ എന്തുണ്ട്, കുറച്ച് സ്പെഷ്യൽ പ്രൊവിഷൻസ്, അവർക്ക് എന്തുണ്ട്, സീറ്റ് റിസർവേഷൻ ഒക്കെ ഉണ്ട്. ഇതും എന്താണ്, ആർട്ടിക്കിൾ 15ന് ഒരു എക്സംഷൻ ആണ്. പിന്നെ വരുന്ന ഒരു എക്സംഷൻ ആണ് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ. ഇഡബ്ല്യുഎസിനും എന്താണ്, സ്പെഷ്യൽ പ്രൊവിഷൻ ഉണ്ട്. 10% റിസർവേഷൻ ഇഡബ്ല്യുഎസിനും ഉണ്ട്. ഇനി അടുത്തതാണ് റിസർവേഷൻ ഫോർ OBCs ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതെന്താന്ന് നോക്കാം. 93rd അമെന്റ്മെന്റ് ആക്ട് ഓഫ് 2005 പ്രകാരമാണ് എന്ത്,
ആണ് ഈ എക്സംഷൻ കൊണ്ടുവരുന്നത്. 5 വഴിയാണ് ഈ ഒരു എക്സംഷൻ കൊണ്ടുവരുന്നത്. നമ്മൾ മേലെ പറഞ്ഞ ആ ഒരു എക്സംഷൻ കൊണ്ടുവന്നത്, അതായത് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ. സെൻട്രൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റിസർവേഷൻ ഇൻ അഡ്മിഷൻ ആക്ട് 2006 പ്രൊവൈഡിങ്. എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? എ കോട്ട ഓഫ് 27% ഫോർ കാൻഡിഡേറ്റ് ബിലോങ്ങിങ് ടു OBCs. എത്ര പെർസെന്റേജ് ആണ്? 27% കോട്ട ആർക്കാണ്? OBC കാൻഡിഡേറ്റ്സിന്. പിന്നെ അത് ഇതിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് IIT, IIMs പോലെയുള്ള ഗവൺമെന്റ് കോളേജുകളിൽ റിസർവേഷൻ. ഇതിലെ 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? സെൻട്രൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റിസർവേഷൻ ഇൻ അഡ്മിഷൻ ആക്ട് 2006 പ്രകാരം എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? പ്രൊവൈഡിങ് എ കോട്ട ഓഫ് 27% ഫോർ കാൻഡിഡേറ്റ്സ് ബിലോങ്ങിങ് ടു അതർ ബാക്ക്വേർഡ് ക്ലാസസ്. പിന്നെ എന്താണ്? IIT, IIMs പോലെയുള്ള എന്താണ് ഗവൺമെന്റ് കോളേജുകളിലും റിസർവേഷൻ കൊടുക്കണം. ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ഇവിടെ വേറൊരു കാര്യം കൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ക്രീമി ലെയർ ആണോ നോൺ ക്രീമി ലെയർ ആണോ എന്ന് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ? റിസർവേഷൻ കൊടുക്കാൻ എന്നും കൂടെ പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അതെങ്ങനെ ക്രീമി ലെയർ നോൺ ക്രീമി ലെയർ? ഈ അപ്പർ കാറ്റഗറിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്രീമി ലെയർ കാറ്റഗറി എന്ന് പറയുന്നത്. ഇനി ലോവർ കാറ്റഗറിനെയാണ് നോൺ ക്രീമി ലെയർ കാറ്റഗറി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. എക്സാമിനൊന്നും അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല. ഇനി അടുത്തതാണ് റിസർവേഷൻ ഫോർ EWS ഇൻ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതെന്താണ്? 103ാമത്തെ അമെന്റ്മെന്റ് ആക്ട് 2019 103ാമത്തെ അമെന്റ്മെന്റ് ആക്ട് പ്രകാരമാണ് EWSന്റെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ റിസർവേഷൻ കൊണ്ടുവന്നത്. അത് എത്ര പെർസെന്റേജ് ആണ് റിസർവേഷൻ? 103% ആണ് റിസർവേഷൻ. പിന്നെ കൊടുത്തിരിക്കുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. അത് അത്ര എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല. ഓർത്തു വെച്ചാൽ മതി. എന്താണ്? 103ാമത്തെ അമെന്റ്മെന്റ് ആക്ട് പ്രകാരം 2019 103ാമത്തെ അമെന്റ്മെന്റ് ആക്ട് പ്രകാരമാണ് EWSന്, അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിന് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ റിസർവേഷൻ കൊണ്ടുവന്നത്. അത് എത്ര പെർസെന്റേജ് ആണ്? 10% ആണ് റിസർവേഷൻ വരുന്നത് എന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്തതാണ് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ്. ഇതേതാണ്? ആർട്ടിക്കിൾ 16 ആണ്. ഇത് പ്രകാരം എന്താണ്? പബ്ലിക് എംപ്ലോയ്മെന്റില് ഈക്വൽ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞു വെക്കുന്ന ആർട്ടിക്കിൾ ആണ് ഇത്, ആർട്ടിക്കിൾ 16 എന്ന് പറയുന്നത്. ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ്. പിന്നെ പറഞ്ഞിട്ടുണ്ട് ജോലി ചെയ്യുന്ന ടൈമിൽ എന്ത് പാടില്ല? റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, ഡിസെന്റ്, പ്ലേസ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ റെസിഡൻസ്, ഇതിന്റെ ഒന്നും പേരിൽ ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി ഓർത്ത് വെക്കുക. ജോലി ചെയ്യുന്ന ടൈമിലാണ് ഇതിന്റെ ഒന്നും പേരിൽ ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. റേസ്, കാസ്റ്റ്, സെക്സ്, ഡിസെന്റ്, പ്ലേസ് ഓഫ് ബർത്ത്, റെസിഡൻസ്, ഇതിന്റെ ഒന്നും പേരിൽ എന്ത് പാടില്ല? ഡിസ്ക്രിമിനേഷൻ പാടില്ല. ഇത് എന്തിനാണ് പഠിക്കുന്നത്? ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ് ആണ്. ഓക്കെ, അതേതാണ്? ആർട്ടിക്കിൾ 16. ഓക്കെ, അതിന്റെ എക്സംഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്ലേസ് ഓഫ് റെസിഡൻസ് നോക്കിയിട്ട് എന്ത് ചെയ്യാം? ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇത് ഒന്നാമത്തെ എക്സംഷൻ എന്ന് പറയുന്നത്. പ്ലേസ് ഓഫ് റെസിഡൻസ് നോക്കിയിട്ട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. ഇനി രണ്ടാമത്തെ ആണ് റിസർവേഷൻ. റിസർവേഷൻ അപ്പോയിന്റ്മെന്റ്സ് ആണ് ഇത് രണ്ടാമത്തെ എക്സംഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ആർട്ടിക്കിൾ 16ന്റെ രണ്ടാമത്തെ എക്സംഷൻ എന്ന് പറയുന്നത് റിസർവേഷൻ ആണ്, റിസർവേഷൻ അപ്പോയിന്റ്മെന്റ്സ് ആണ്. ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് ഏതാണ്? മൂന്നാമത്തെ എക്സംഷൻ എന്ന് പറയുന്നത് റിലീജിയസ് ഡൊമിനേഷൻ ആണ്. ചില പെർട്ടിക്കുലർ, അതായത് ഇപ്പം ക്രിസ്ത്യൻസ് മാത്രമുള്ളിടത്ത് എന്താണ് അവിടെ ക്രിസ്ത്യൻസിനെ അലൗ ചെയ്യുക, ആ ഒരു രീതിയിൽ വരുന്നതാണ് ഇത് റിലീജിയസ് ഡൊമിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ മൂന്നാമത്തെ എക്സംഷൻ എന്ന് പറയുന്നത് എന്താണ്? റിലീജിയസ് ഡൊമിനേഷൻ ആണ്. ഇനി നാലാമത്തെ എക്സംഷൻ എന്താണ്? EWS റിസർവേഷൻ ആണ്. അതായത് 10% ഓഫ് എന്താണ് 10% റിസർവേഷൻ ആർക്ക്? EWSന്, എക്കണോമിക്കലി വീക്കർ സെക്ഷന്. നമ്മൾ പഠിച്ചു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കാര്യത്തിലും ആർക്കുണ്ട് റിസർവേഷൻ? EWS റിസർവേഷൻ ഉണ്ട്. ഇവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസിന്റെ കാര്യത്തിലും എന്തുണ്ട്? 10% EWS റിസർവേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ ആർട്ടിക്കിൾ 16 ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റിന്റെ എന്താണ് എക്സംഷൻസ് നോക്കാം. ഒന്നാമത്തെ പ്ലേസ് ഓഫ് റെസിഡൻസ് നോക്കിയിട്ട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാം, അതാണ് ഒന്നാമത്തെ എക്സംഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ റിസർവേഷൻ അപ്പോയിന്റ്മെന്റ്സ് നോക്കിയിട്ട് എന്താണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാം.
രണ്ടാമത്തെയാണ് ഇത് റിസർവേഷൻ അപ്പോയിന്റ്മെന്റ്സ്, നമ്മുടെ SC/ST കാറ്റഗറി അങ്ങനെയുള്ളത്. പിന്നെ മൂന്നാമത്തെയാണ് റിലീജിയസ് ഡൊമിനേഷൻ. നാലാമതായിട്ട് വരുന്നതാണ് EWS റിസർവേഷൻ. അത് എത്ര പെർസെന്റേജ് ആണ്? 10%. പിന്നെ എന്താ ഒന്നുകൂടി പഠിക്കാം, മണ്ഡൽ കമ്മീഷൻ. എന്താണ് ഈ മണ്ഡൽ കമ്മീഷൻ? 1979 മൊറാർജി ദേശായി ഗവൺമെന്റ് ഇരുന്ന സമയത്ത് എന്ത് ചെയ്തു? ഒരു ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തു. അതിന്റെ ചെയർമാൻ ആരായിരുന്നു? BP മണ്ഡൽ ആയിരുന്നു ആ ഒരു ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അവരെന്നാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്? 1980 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. അത് പ്രകാരം എന്തെന്ന് പറഞ്ഞു? 3743 കാസ്റ്റുകൾ എന്താണ്? സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസ് ആണ് എന്ത് ചെയ്തു? ആ ഒരു റിപ്പോർട്ട് വഴി കണ്ടെത്തി. എന്നിട്ട് അവരുടെ റെക്കമെൻഡേഷൻ എന്തായിരുന്നു? 27% ആളുകൾക്ക് എന്ത് കൊടുക്കണം? റിസർവേഷൻ കൊടുക്കണം. ഗവൺമെന്റ് ജോബ്സിൽ റിസർവേഷൻ കൊടുക്കണം എന്ന് ആണ് അവർ കണ്ടെത്തിയത്. അപ്പൊ ഇതാണ് എന്ത് മണ്ഡൽ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചാൽ മതി. ഇതില് മൊറാർജി ദേശായി ഗവൺമെന്റ് ഇരുന്ന സമയത്ത് ഒരു ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷൻ അപ്പോയിന്റ് ചെയ്തു. അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് BP മണ്ഡൽ ആയിരുന്നു. അവരെന്നാണ് അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്? 1980 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. അത് പ്രകാരം 3743 കാസ്റ്റുകളെ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസ് ആയിട്ട് കണ്ടെത്തി. എന്നിട്ട് എന്ത് പറഞ്ഞു? 27% റിസർവേഷൻ ജോബ് ഓപ്പർച്യൂണിറ്റീസിൽ ഗവൺമെന്റ് ജോബ്സിൽ റിസർവേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഇത്രയും പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെയൊക്കെ എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോട്ട്സ് മാത്രമല്ല ഗൈഡൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വേണമെന്നുള്ളവർക്ക് എന്ത് ചെയ്യാം? എന്നെ കോൺടാക്ട് ചെയ്യാം. അത് എന്ത് ചെയ്യുക? ഞാൻ എന്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ജോയിൻ ആയിട്ട് എനിക്ക് പ്രൈവറ്റ് മെസ്സേജ് ചെയ്താൽ മതിയാവും. അപ്പൊ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരാം. ഓക്കെ, ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.